രാവിലെ 10 മണിയായിട്ടുണ്ട്. നല്ല ചൂടും നല്ല വെയിലും ആയിട്ടുണ്ട്. രാക്കെ ഓഫീസിൽ പോയി. അങ്കിത്തിന് സ്കൂൾ അടച്ചു. 2 ആഴ്ചത്തേക്ക് അവധിയായി. ഇനി ഏപ്രിൽ 1 തീയതിയാണ് ക്ലാസ് വീണ്ടും തുടങ്ങത്തുള്ളൂ. അപ്പൊ തൽക്കാലത്തേക്ക് രാവിലെയൊക്കെ ഒരു റെസ്റ്റ് ഉണ്ട്. വിന്റർ ടൈമിങ് 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നല്ലോ. ഇനി 6:45 വണ്ടി വരും. അപ്പൊ 6:30 കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ നേരത്തെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് വിറ്റാമിൻ ദോശയായിരുന്നു. അതിനുവേണ്ടി ഞാൻ കടലയും പയറും പരിപ്പും അരിയും എല്ലാം കൂടെ രാത്രിയിൽ കുതിർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ അതെടുത്ത് ഒന്ന് അരച്ചെടുത്തു. അത് നന്നായിട്ടൊന്ന് കൂടെ കഴുകിയിട്ട് 2 ട്രിപ്പായിട്ട് അരച്ചെടുത്തത്. കാരണം ഇത് അരയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ട്രിപ്പ് അരയ്ക്കുമ്പോഴും കുറച്ച് കായപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ടാണ് വെള്ളവും കൂടെ ആവശ്യത്തിന് ചേർത്ത് അരച്ചെടുത്തു. അങ്ങനെ 2 ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് മാറ്റി ഉപ്പിട്ട് നമുക്ക് ഇപ്പൊ ചുടാൻ വേണ്ടി എടുത്തു. ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ എപ്പോഴെങ്കിലും ചുട്ടെടുക്കാമല്ലോ. ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റത്തില്ല, കുറച്ച് ഹെവിയാണ് ഈ ദോശ. അങ്ങനെ പെട്ടെന്ന് കല്ലൊക്കെ ഒന്ന് തടവി നെയ്യൊക്കെ ഒഴിച്ച് ദോശ പെട്ടെന്ന് ചുട്ടെടുത്തു. തക്കാളി ചട്നിയാണ് കൂടെ കേട്ടോ. ഇതിന്റെ കോമ്പിനേഷൻ ശരിക്കും തക്കാളി ചട്നിയാണ്. വേണമെങ്കിൽ കട്ട നമ്മുടെ തേങ്ങാ ചട്നിയും നന്നായിട്ട് ഇരിക്കും. സാമ്പാറൊന്നും അത്ര സുഖമില്ല ഇതിൻ്റെ കൂടെ. തക്കാളി ചട്നിക്ക് ആയിട്ട് ഞാനൊരു കടായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു. സവാളയും പച്ചമുളകും തക്കാളിയും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു. ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടിലാണ് ആ പൊടികളൊക്കെ ഇട്ടിട്ട് ആറാൻ വെച്ചിട്ട് പിന്നെ അങ്ങ് അരച്ചെടുക്കാം. പെട്ടെന്ന് അങ്ങ് ആകുമല്ലോ, ഈസിയാണ്. ഞാൻ അങ്കൂന് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇത്. അവന് ഒത്തിരി ഇഷ്ടമായത്. അങ്ങനെ ആറി നമ്മൾ തക്കാളി ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തുണി കിടക്കുന്ന എല്ലാം കൂടെ അങ്ങ് കഴുകിയിടാന്ന് വെച്ചു. എന്തായാലും പുറത്ത് നല്ല വെയിലാണല്ലോ. വെയിൽ നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കഴുകിയിടാൻ തോന്നും. പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോഴത്തേക്ക് പണിക്കാർ വന്ന് ക്ലീനിങ് ഒക്കെ തുടങ്ങി. ഇതിന് ശേഷമാണ് ഇനി ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ കയറണം. അപ്പം അതുപോലെ തന്നെ രാക്കെ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും. അങ്കത്ത് പിന്നെ ഉള്ളതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. ആരെങ്കിലും നമ്മുടെ വീട്ടിലെപ്പോഴും ഇങ്ങനെ അനക്കോ ആവിയൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. അതും കൂടെ പെട്ടെന്ന് മടക്കി വെക്കുവാണ്. ജോലികളൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർത്തില്ല നമ്മൾ ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തലവേദനയാവും. നമുക്ക് കൂടുതലാവുമ്പോഴത്തേക്ക് കൂടുതൽ ടെൻഷനാണ്. നമ്മളൊന്നും അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് താളവും തെറ്റും. ആ ദിവസത്തെയല്ല പിറ്റേ ദിവസവും പിന്നെ നമുക്കൊരു ടെൻഷനാണ് ചെയ്ത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ. നമ്മുടെ രജായി 3-4 പ്രാവശ്യം നന്നായിട്ട് വെയിൽ കൊള്ളിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് അടുത്ത തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഡ്രൈ ക്ലീൻ ചെയ്തങ്ങ് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാനങ്ങ് മടക്കി വെക്കും അകത്തോട്ട്.
അങ്കിത്ത് ദേ ഇവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഈ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കയറാൻ പോവാ. കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒരുവിധം ഉണങ്ങിയപ്പോൾ സ്റ്റാൻഡിലേക്ക് വെച്ചു. പിന്നെ വെള്ളമൊക്കെ നമുക്കൊന്ന് കുപ്പിയൊക്കെ കഴുകി പിടിച്ച് വെക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ലഞ്ച് ഉണ്ടാക്കണം. കെറ്റിൽ കേടാനൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ. അപ്പോൾ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിടുകയാണ്. കാരണം പനിയൊക്കെ വന്നതിന് ശേഷം എന്തായാലും തിളപ്പിച്ച വെള്ളമല്ലേ കുടിക്കാൻ പറ്റത്തുള്ളൂ. ലഞ്ചിനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപയറിൻ്റെ ഒരു തോരൻ വെക്കണം. പിന്നെ കുറച്ച് പുളിശ്ശേരി തലേ ദിവസം ഞാൻ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. അതുമാണ് ലഞ്ചിന് ഇന്ന്. വായിക്കൊന്നും ഒരു ടേസ്റ്റ് നന്നായിട്ട് വന്നിട്ടില്ല. ഒരു വല്ലാത്തൊരു പനിയായിരുന്നു. തൽക്കാലം എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചിട്ട് ഇന്ന് ഇതാണ് വെക്കുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും വായിക്ക് ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ പയർ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളത്തിലൊന്നും കുതിർത്തിട്ടൊന്നുമില്ല. പെട്ടെന്ന് നമുക്കതങ്ങ് വേവിച്ചെടുക്കാം. പുളിശ്ശേരിക്കായിട്ട് ഞാൻ തേങ്ങയിൽ കുറച്ച് ജീരകവും ഒരു കഷ്ണം ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമ്മുടെ തൈര് ഒന്ന് ലൂസാക്കി അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ കടുക് പൊട്ടിച്ച് ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റി എടുത്താണ്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാനൊന്ന് ഡബിൾ ബോയിലിംഗ് പോലെ അടിയിൽ വെള്ളം വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്ന് ചൂടായിട്ടിരിക്കുമല്ലോ. പയറ് തോരന് ഞാൻ തേങ്ങയിൽ 2 കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, കുറച്ച് മുളക് പൊടി. നമ്മുടെ പുളിശ്ശേരി ഇതേ ലൂസായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, അത് മതിയല്ലോ. അരിയും തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പയറ് തോരനൊന്ന് ചതച്ചെടുക്കാം. വെള്ളമൊന്നും തൊടാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. പയറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 3-4 വിസില് നന്നായിട്ട് വെന്ത് വന്നു. ഞാൻ വെള്ളത്തിലൊന്നും കുത്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. തുറന്നിട്ട് ഉപ്പിട്ട് കൊടുത്തൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഈ അരപ്പും കൂടെ തട്ടിയിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആ പച്ചച്ചവയൊന്ന് മാറാൻ വേണ്ടി. പെട്ടെന്ന് പയറ് തോരനും അങ്ങ് ആക്കിയെടുക്കാം. നമ്മുടെ മുളക് പൊടിക്ക് നല്ല കളറുള്ളതാണ്. കശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് നല്ല കളറുണ്ട് തേങ്ങയുടെ അരപ്പിന്. ചോറൊക്കെ ഊറ്റിയിട്ടു. പിന്നെ കുറച്ച് വെള്ള ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും കറി ഉണ്ടാക്കാമല്ലോ കുതിർന്ന് കിടന്നാ. രാവിലെ എഴുന്നേറ്റ് ദേ ഇങ്ങനെ ഒരു കാപ്പി ഇട്ട് വെക്കും. ഞങ്ങൾക്ക് 3 പേർക്കും ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയ്ക്ക് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് കുറച്ച് ചൂടാക്കി ഒന്ന് കുടിക്കുവാണ്. നല്ല സുഖം കേട്ടോ ഇത് കുടിക്കുമ്പോൾ. സമയം ഇപ്പോൾ 12:30 കഴിഞ്ഞു. നമ്മുടെ ചോറായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മെഴുക്കുരുട്ടിയും കൂടെ വെക്കാമെന്ന് വെച്ചിട്ട് ബീട്രൂട്ട് എടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്യുവാണ്. കാരണം ബീട്രൂട്ടൊക്കെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. ഇതൊക്കെ നേരത്തെ വാങ്ങി വെച്ചതാണ്. അതൊന്നും കേടായിട്ടില്ല. ബീട്രൂട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് കേടാവത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും എടുത്ത് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മെഴുക്കുരട്ടിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ഫുഡും കൂടെ ആണല്ലോ ഇതിൻ്റെ കൂടെ.
ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കടായി വെച്ച് എണ്ണ ഒന്ന് ചൂടാൻ ശേഷം കുറച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ. ഒന്ന് വഴറ്റി വെള്ളം ഒന്നും ചേർക്കാതെ അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ വാടി കിട്ടും. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടും മെഴുക്കുവരട്ടിയും പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുത്തു. രാക്കേ വന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഇരിക്കുക കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. രാക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി 12 മണിയായപ്പോ അത് എന്തായാലും മുറിച്ചിട്ടാണ് കിടക്കുന്നത്. അമ്മയും സൃഷ്ടി ലൈനിലുണ്ട് കേട്ടോ. നിങ്ങൾക്കും കേക്ക് കേക്ക് ഞാൻ അമ്മ ഉണ്ടാക്കിയതാ. വാനില വല്യമ്മ ഉണ്ടാക്കിയ വാനില മിൽക്ക് സ്പഞ്ച് കേക്ക് ആണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിന്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇപ്പോഴത്തെ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയി പോകുന്നുണ്ട് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ. ശരിക്കും നല്ല സ്പഞ്ച് കേക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കേക്ക് എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയാണ് തെളിയുന്നത്. ആദ്യമൊക്കെ ഫ്ലോപ്പ് ആയെങ്കിലും വിഷമിക്കരുത്. ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സക്സസ് ആകുന്ന ഒരു സംഭവമാണ് കേക്ക്. ഡിന്നർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ ഫുഡ് കോർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഉണ്ടാക്കാനൊക്കെ ഒരു മടിയായിരുന്നു. മട്ടർ മസാലയും ചിക്കൻ കറിയും റൊട്ടിയാണ്. ഇതായിരുന്നു ഇന്നത്തെ ഡിന്നർ. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.